വിൻറ്റേജ് ജേണലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കുറേ പേരില്ലേ, അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള ജേണൽ സപ്ലൈസ് ആണ്. മുൻപ് നമ്മളൊരു കവായി തീമിൽ ജേണൽ സപ്ലൈ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വിൻറ്റേജ് ആണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് സ്റ്റാമ്പ്സ് ആണ്. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ വാട്ടർ കളറാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് വാട്ടർ കളേഴ്സ് ആണ് കേട്ടോ. ഈ കാണുന്ന പോലെ ഒന്ന് കുറച്ച് സ്റ്റാമ്പ്സിൻ്റെ ഡിസൈനൊക്കെ വരച്ചെടുത്തു. ഒന്നുമില്ല, വാട്ടർ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ നടിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് ഡൂഡിൽ ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുക. എല്ലാവർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് കേട്ടോ. ഈ കാണുന്ന പോലെ കുറച്ച് അധികം വരച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെട്ടി ഉപയോഗിക്കാം. സ്റ്റാമ്പ്സ് കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറഗുലർ ആണ് ഔട്ട്ലൈൻ, അതാണ് അതിൻ്റെ ഭംഗി കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ ഇത് വെച്ച് നമ്മൾ ഒരു മെമ്മോ ഷീറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല പാറ്റേണിൽ അരികൊക്കെ വെട്ടിക്കൊടുത്താൽ നമുക്ക് മെമ്മോ ഷീറ്റ്സ് കിട്ടും. ഈ വിൻറ്റേജിൻ്റെ ജേണലിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പ്രത്യേകതരം ഡിസൈൻ ആയിരിക്കും അതിലത്തെ ഫ്രെയിംസും മെമ്മോ ഷീറ്റ്സൊക്കെ. അപ്പോൾ അതുപോലെ ഒരു വിഗിളി ആയിട്ടുള്ള ഡിസൈനാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുത്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിനൊരു ഭംഗിയൊന്നും വേണ്ട, വിൻറ്റേജ് അത്ര ക്യൂട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുക. ആദ്യത്തെ ഔട്ട്ലൈൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ബോൾഡായിട്ടുള്ള മാർക്കറാണ്. പിന്നെ നമ്മുടെ സാധാരണ ജെൽപെൻ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറേ അധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാതും ഡാർക്ക് കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, കാരണം നമ്മൾ വിൻറ്റേജ് തീമല്ല ഉണ്ടാക്കുന്നത്. പിന്നെ ഇതുപോലെ വാട്ടർ കളർ ഒരു നീളൻ സ്ട്രിപ്പിലും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. എന്താ കാര്യം എന്ന് മനസ്സിലായോ? നമ്മൾ വാഷി ടേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വാഷി ടേപ്പ് നമ്മൾ ഈ ഫിലിം റോളിൻ്റെ ഡിസൈനിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ബോർഡറിൽ ഇതുപോലെ ആ മാർക്കർ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം. വരയ്ക്കാൻ ഇത്തിരി പാടായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റി. കാരണം വരച്ച് കഴിഞ്ഞിട്ടായിരുന്നു വെട്ടേണ്ടത്. ഞാൻ ആദ്യമേ വെട്ടി വെച്ചിട്ടാണ് പിന്നെ വരയ്ക്കാൻ നോക്കണേ. അതാണ് ഇങ്ങനെ തെന്നി പോകുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. പിന്നെ നമുക്കറിയാമല്ലോ ഫിലിം റോൾ ഡിസൈൻ അറിയാലോ, ആ മാർക്കർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫിലിം റോളിൻ്റെ ഡിസൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കട്ടിയുള്ള മാർക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു. ചെറിയ മാർക്കറും ജെൽപെനൊക്കെ വെച്ചിരുന്നാൽ കുറച്ചധികം സമയം എടുക്കും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്കൊരു ഫിലിം റോൾ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ 3 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, 3 ഡിഫറെൻറ്റ് കളറിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാക്കിയില്ല. പിന്നെ ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാറ്റേൺ പേപ്പറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കിയത് ഈ കാണുന്ന പോലെ നമ്മൾ മുൻപ് ഉണ്ടാക്കിയ ഒരു സീൽ ഉണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ടാണ്. ലീഫ് ഡിസൈനാണ്. ആദ്യം ബ്ലാക്ക് വെച്ച് ഒന്ന് പ്രിൻ്റ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ഗ്രീൻ വെച്ച് പ്രിൻ്റ് ചെയ്തെടുത്തു. അങ്ങനെ കുറച്ചധികം പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ വീഡിയോയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ ചെയ്യുന്നത്. റൈറ്റിങ്സ് ഒക്കെ വരുന്ന പാറ്റേൺ പേപ്പർ കണ്ടിട്ടില്ലേ വിൻറ്റേജ് തീമിൽ, അതാണ് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. സൺഡേ മൺഡേ, ജനുവരി ഫെബ്രുവരി, പിന്നെ കുറച്ച് ഇഷ്ടമുള്ള പാട്ടുകൾ, അതിൻ്റെ മംഗ്ലീഷ്, പിന്നെ ഞാൻ കുറച്ച് ഇംഗ്ലീഷും മലയാളവും എല്ലാം എഴുതിയിട്ടുണ്ട്. മലയാളമൊക്കെ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്ര അധികം എഴുതിയിട്ടുണ്ട്. 3 ഷീറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തായിരുന്നു. ഇത് നല്ല അടിപൊളി പരിപാടിയാണ്. ഈ കാണുന്ന പോലെ ബ്രൗൺ പേപ്പറിൽ ചെയ്തെടുത്തിട്ടുണ്ട്, വൈറ്റ് പേപ്പറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ പേപ്പറാണ്, അത് ബ്ലാക്ക് പോലെ തോന്നുന്നതാണ്. അതുപോലെ തന്നെ ഒരു വാഷി ടേപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വിൻറ്റേജ് ഫ്രെയിം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന പോലെ ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കൊരു വിൻറ്റേജിലൊരു എപ്പോഴും ഒരു ഓവൽ ഷേപ്പൊക്കെ വരില്ലേ, അതേപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഒന്ന് വെട്ടിയെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അരികു ഭാഗം നമ്മൾ ജെൽപെൻ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിൻറ്റേജ് എന്ന് പറയുമ്പോൾ ബ്രൗൺ കവേഴ്സ് മസ്റ്റ് ആണല്ലോ. ഇതുപോലെ കുറച്ച് ഡിസൈനൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ബോർഡറിൽ എന്തെങ്കിലും ഇതുപോലെ ബ്ലാക്ക് പെൻ വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. നന്നായി വരയ്ക്കാൻ അറിയുന്നവർ നല്ല ഡിസൈൻസ് വരച്ചോട്ടോ. ഞാൻ ഇതുപോലെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ സപ്ലൈസ്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക.